അടുത്ത ചാപ്റ്റർ ഒപ്പീനിയൻസ് ഓൺ ഫ്യൂച്ചർ ഇവൻറ്റ്സ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനെയാണ് ഫ്യൂച്ചർ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള നമ്മളുടെ ഒപ്പീനിയനെ കുറിച്ചിട്ടാണ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകളെ കുറിച്ചിട്ടും കാര്യങ്ങളാണ് ഇന്ന് ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. അതായത് ആ കേസിൽ ഒപ്പീനിയൻസ്, തോട്ട്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൽ ഐ തിങ്ക്, ഐ ഡൗട്ട്, ഐ ബിലീവ് എന്നൊക്കെയാണ് ഈ 3 കേസസാണ് വരിക. ഓക്കെ, ഇനി നടക്കാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ഇവൻറ്റിനെ കുറിച്ച് നിങ്ങളുടെ തോട്ട്സോ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ തോട്ട്സ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതങ്ങനെ നടക്കുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കില്ലേ, അങ്ങനെ പറയുന്ന ഒരു കേസിനെയാണ്, ഈ കേസസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അതായത് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ ഐ തിങ്ക്, ഐ ഡൗട്ട്, ഐ ബിലീവ് എന്നൊക്കെ പറയും. ഐ തിങ്ക് ദ സെയിൽസ് വിൽ ഇൻക്രീസ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞുതരാം ഞാൻ ആദ്യം. ഒപ്പീനിയൻ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബ്. ഇപ്പോൾ ഒപ്പീനിയൻ എന്ന് പറയുന്നതാണ് ഐ തിങ്ക്, ഐ ബിലീവ്, ഐ ഡൗട്ട്. ഇപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ദ സെയിൽസ്, ദ പ്രൈസ്, ദ ഡിമാൻഡ് എന്നൊക്കെ പറയുന്നത്. എന്തെങ്കിലും സബ്ജക്റ്റ് കാര്യങ്ങൾ അത് നമുക്ക് പിന്നാലെ നമുക്ക് പഠിച്ചു തുടങ്ങാം. പിന്നെ വില്ല് എന്ന് പറയുന്ന സ്ഥാനത്ത് വില്ല് തന്നെ വരണം ആ സ്ട്രക്ചറിൻ്റെ താഴെ. ഒരു എക്സാമ്പിളൊക്കെ നമ്മൾ എഴുതുമ്പോൾ വെർബ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ്, ഡിക്രീസ് എന്നൊക്കെ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും വെർബ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വി ഡൗട്ട് ദ പ്രൊജക്റ്റ് വിൽ ഫിനിഷ് എന്ന സെൻറ്റൻസിൽ വിൽ ഫിനിഷ് എന്ന ഫ്രേസ് എന്താണ് കാണിക്കുന്നത്? ഓപ്ഷൻ എ ഫ്യൂച്ചർ ഇവൻറ്റ്, ഓപ്ഷൻ ബി എ പാസ്റ്റ് ഇവൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഫ്യൂച്ചർ ഇവൻറ്റ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ എന്ത് പറയണം? ഓപ്ഷൻ ഏതാണ് കറക്റ്റ് വരിക? എ ഫ്യൂച്ചർ ഇവൻറ്റ്. ഓക്കെ, ഇതാണ് കറക്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐ ബിലീവ് ദ സ്റ്റോം വിൽ പാസ് എന്ന സെൻറ്റൻസിൽ ഐ ബിലീവ് എന്ന വേർഡ്സ് എന്താണ് കാണിക്കുന്നത്? ഓപ്ഷൻ എ ഫ്യൂച്ചർ ആക്ഷൻ, ഓപ്ഷൻ ബി എ പ്രസൻറ്റ് ഒപ്പീനിയൻ. അപ്പോൾ ഏതാ വരിക? ഐ ബിലീവ് എന്ന വേർഡ് എന്താണ് കാണിക്കുന്നത്? പ്രസൻറ്റ് ഒപ്പീനിയൻ ആണ്. ഐ ബിലീവ്, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അതാ പറയുമ്പോൾ എന്താണ്? എ പ്രസൻറ്റ് ഒപ്പീനിയൻ ആണ്, അല്ലാതെ ഫ്യൂച്ചർ ആക്ഷൻ അല്ല വരിക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏത് സെൻറ്റൻസ് ആണ് നിങ്ങളുടെ വ്യൂ അല്ലെങ്കിൽ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത്? ഓപ്ഷൻ എ ഐ ഡൗട്ട് ദ ബ്രിഡ്ജ് വിൽ ബ്രേക്ക്, ഓപ്ഷൻ ബി ദ ബ്രിഡ്ജ് വിൽ ബ്രേക്ക്. ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു ഐ ഡൗട്ട് ദ ബ്രിഡ്ജ് വിൽ ബ്രേക്ക്, ഐ ഡൗട്ട്, ഐ തിങ്ക്, ഐ ബിലീവ് എന്നൊക്കെ വരണം. അതാണ് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്ന കേസസ് വരിക. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു റിസൾട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസ് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഐ തിങ്ക് ഷീ വിൻസ് ദ റേസ്, ഓപ്ഷൻ ബി ഐ തിങ്ക് ദ ഷീ വിൽ വിൻ ദ റേസ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഷീ വിൽ എന്ന് വരണം. മറ്റേ ഫസ്റ്റ് ഓപ്ഷനിൽ വില്ലില്ല, ഇതിൽ വില്ല് വരണം. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വില്ല് എന്ന് വരണം എന്ന് പറഞ്ഞു. ഐ തിങ്ക് ദ ഷീ വിൽ വിൻ ദ റേസ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ വിചാരിക്കുന്നു ലോൺ കൂടുമെന്ന്. വി തിങ്ക് ദ ലോൺ വിൽ ഇൻക്രീസ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, നെറ്റ്വർക്ക് വർക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ്, കരുതുന്നു, വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ബിലീവ് എന്ന് വരണം. വിചാരിക്കുന്നു എന്ന് പറയുമ്പോൾ തിങ്ക് എന്ന് പറയണം. അങ്ങനെ അതിനും അതുപോലെ നോക്കിയിട്ട് വേണം എഴുതിയെടുക്കാൻ, സെൻറ്റൻസ് ഫോം ചെയ്യാൻ. നെറ്റ്വർക്ക് വർക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ദ നെറ്റ്വർക്ക് വിൽ വർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, മീറ്റിംഗ് നടക്കുമോ എന്ന് എനിക്ക് സംശയമാണ്. അതിൽ തന്നെ ഉണ്ട് എന്താ നമുക്ക് കിട്ടുക? ഐ ഡൗട്ട് ദ മീറ്റിംഗ് വിൽ ഹാപ്പൺ. ചെടി വളരുമെന്ന് നമ്മൾ കരുതുന്നു. നമ്മൾ എന്ന് പറയുമ്പോൾ വി തിങ്ക്, കരുതുന്നു എന്ന് പറയുമ്പോൾ തിങ്ക്. വി തിങ്ക് ദ പ്ലാന്റ് വിൽ ഗ്രോ.
9th ക്വസ്റ്റ്യൻ. ഞാൻ വിശ്വസിക്കുന്നു പൈലറ്റ് ലാൻഡ് ചെയ്യും. ഐ ബിലീവ്. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ബിലീവ്. ഐ ബിലീവ് ദ പൈലറ്റ് വിൽ ലാൻഡ്. 10th ക്വസ്റ്റ്യൻ. കട അടയ്ക്കുമെന്ന് എനിക്ക് സംശയമാണ്. ഐ ഡൗട്ട് ദ ഷോപ്പ് വിൽ ക്ലോസ്. 11th ക്വസ്റ്റ്യൻ. ട്രാഫിക് ഇൻക്രീസ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ബിലീവ്. ഐ ബിലീവ് ദ ട്രാഫിക് വിൽ ഇൻക്രീസ്. നമ്മൾ കരുതുന്നു ഫാക്ടറി അടയ്ക്കുമെന്ന് കരുതുന്നു എന്ന് പറയുമ്പം തിങ്ക് എന്ന് പറയണം. വി തിങ്ക് ദ ഫാക്ടറി വിൽ ക്ലോസ്. 13th ക്വസ്റ്റ്യൻ. പ്രൊജക്റ്റ് ഫിനിഷ് ആകുമെന്ന് എനിക്ക് സംശയം എന്ന് പറയുമ്പം ഡൗട്ട്. ഐ ഡൗട്ട് ദ പ്രൊജക്റ്റ് വിൽ ബി ഫിനിഷ്ഡ്. ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരാൾ ചെയ്ത് തീർക്കണം. അപ്പോൾ അയാൾക്ക് സംശയമാണ് ആ പ്രൊജക്റ്റ് ഇന്ന ഡേറ്റിന് തീരണം അല്ലെങ്കിൽ ആകുമെന്ന് വിശ്വസിക്കുകയാണ് അയാൾ. അപ്പോൾ ഇന്ന ഡേറ്റിന് തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഐ ഡൗട്ട് ദ പ്രൊജക്റ്റ് വിൽ ബി ഫിനിഷ്ഡ്. അവിടെ വിൽ ബി വേണം. ഓക്കെ, വിൽ ബി ഫിനിഷ്ഡ്. 14th ക്വസ്റ്റ്യൻ. നമ്മൾ വിചാരിക്കുന്നു വെള്ളപ്പൊക്കം വരുമെന്ന്. വി തിങ്ക്. വിചാരിക്കുന്നു വി തിങ്ക് ദ ഫ്ലഡ് വിൽ കം. 15th ക്വസ്റ്റ്യൻ. ഞാൻ വിശ്വസിക്കുന്നു സ്റ്റോം കടന്നു പോകുമെന്ന്. ഐ ബിലീവ് ദ സ്റ്റോം വിൽ പാസ് എവേ. അപ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ബിലീവ്. 16th ക്വസ്റ്റ്യൻ. ഞാൻ കരുതുന്നു കമ്പനി സർവൈവ്. ഐ തിങ്ക്. കരുതുന്നു എന്ന് പറയുമ്പോൾ തിങ്ക്. ഐ തിങ്ക് ദ കമ്പനി വിൽ സർവൈവ്. 17th ക്വസ്റ്റ്യൻ. ജനക്കൂട്ടം പോകുമെന്ന് എനിക്ക് ഡൗട്ടാണ്. ഡൗട്ട് എന്ന് ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ആൻസറിൽ ഡൗട്ട് എന്ന് തന്നെ എഴുതിയാൽ മതി. ഐ ഡൗട്ട് ദ പോപ്പുലേഷൻ വിൽ ഗോ. 18th ക്വസ്റ്റ്യൻ. ഞാൻ വിചാരിക്കുന്നു ഡോക്ടർ എത്തും. വിചാരിക്കുന്നു എന്നല്ലേ, തിങ്ക്. ഐ തിങ്ക് ദ ഡോക്ടർ വിൽ റീച്ച്. 19th ക്വസ്റ്റ്യൻ. എനിക്ക് വിശ്വാസമാണ് പ്രൈസ് കുറയുമെന്ന്. ഇവിടെ കുറയുമെന്നാണ്. മറ്റേ കേസിൽ അതിന് മുന്നേയൊക്കെ നമ്മൾ എക്സാമ്പിളായിട്ട് പഠിച്ച ഇൻക്രീസ് എന്നാണ്. അത് ശ്രദ്ധിക്കണം. കുറയാണോ കൂടുകയാണോ എന്ന് ശ്രദ്ധിക്കണം. എനിക്ക് വിശ്വാസമാണ് പ്രൈസ് കുറയുമെന്ന്. ഇവിടെ കുറയും എന്നാണ് പറയുന്നത്. എനിക്ക് വിശ്വാസം എന്ന് പറയുമ്പം ഐ ബിലീവ് ദ പ്രൈസ് വിൽ ഡിക്രീസ്. കുറയും. അടുത്ത ക്വസ്റ്റ്യൻ. ആ ബ്രിഡ്ജ് പൊട്ടുമെന്ന് നമ്മൾ കരുതുന്നു എന്ന് പറയുമ്പോൾ തിങ്ക്. വി തിങ്ക് ദ ബ്രിഡ്ജ് വിൽ ബ്രോക്ക്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻസൊക്കെ, ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ മിസ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. വേറൊരു ടോപ്പിക്കായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗങ്ങൾ വേറെ ഉണ്ടെങ്കിൽ മിസ് അന്നേരം പറഞ്ഞുതരാം.